ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ നടപ്പാക്കും? പൗരത്വ നിയമം റദ്ദാക്കുമോ? UAPA പിൻവലിക്കുമോ? ഗവർണർ പദവി ഇല്ലാതാക്കുമോ? ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു നൽകുമോ? ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടിക്കും വെവ്വേറെ പ്രകടന പത്രികകളാണ്. കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി, RJD, CPM, CPI പാർട്ടികളുടെ ഉറപ്പുകളിൽ ഒട്ടേറെ സാമ്യങ്ങളുണ്ട്. ചില വിഷയങ്ങളിൽ രാഷ്ട്രീയ ആശയ വ്യത്യാസങ്ങളുമുണ്ട്. ജമ്മു കാശ്മീരിന്റെ കാര്യമെടുത്താൽ ഈ 6 പാർട്ടികളും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പും വേഗത്തിൽ നടത്തും. ഇക്കാര്യത്തിൽ CPMന്റെയും CPIയുടെയും ഉറപ്പ് ഒരു പടി കൂടി കടന്നാണ്. കശ്മീരിനുള്ള പ്രത്യേക പദവി കൂടി പുനഃസ്ഥാപിക്കുമെന്നാണ് ഇടതു പാർട്ടികളുടെ ഉറപ്പ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് പറയാത്തത് ഇതിനകം തന്നെ വലിയ വിവാദമായതാണ്. എന്നാൽ കോൺഗ്രസ് മാത്രമല്ല, SP-യും RJD-യും മിണ്ടിയിട്ടില്ല. DMK-യും CPM-ഉം CPI-യും പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ പദവിയുടെ കാര്യത്തിൽ ഈ പാർട്ടികൾക്കെല്ലാം ഒരേ വികാരമാണ്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്നിടത്ത് സർക്കാരുകളുടെ പ്രവർത്തനം ഗവർണർമാർ തടസ്സപ്പെടുത്തുന്നെന്ന വിമർശനം മാത്രമാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലുള്ളത്. സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമായിരിക്കും ഗവർണറെ നിയമിക്കൂവെന്ന് DMK. ഗവർണറുടെ അധികാരങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് CPM-ഉം പദവി തന്നെ ഇല്ലാതാക്കുമെന്ന് കടുപ്പിക്കുന്നുണ്ട് CPI. ജാതി കണക്കെടുപ്പ് നടത്തുമെന്നും അഗ്നിപത് പദ്ധതി ഇല്ലാതാക്കുമെന്നും കർഷകർക്ക് മിനിമം താങ്ങുവില നിയമപരമായ ഉറപ്പോടെ നടപ്പാക്കുമെന്നതിലും പാർട്ടികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. തൊഴിലുറപ്പ് പദ്ധതി വേതനം 400 ഉയർത്തുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ 450 SP-യുടെ ഉറപ്പ്. കൂലി 700-ഉം തൊഴിൽ ദിനങ്ങൾ 200-ഉം ആക്കുമെന്നാണ് ഇടത് പാർട്ടികൾ പറയുന്നത്. സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കുമെന്ന കാര്യത്തിൽ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടാണ്. CPM പ്രകടന പത്രികയിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നിലപാട് മൂർച്ചയേറിയതാണ്. ഇന്ത്യയുടെ പരമാധികാര മേഖലകളിൽ മറ്റൊരു രാജ്യത്തിന്റെയും സൈനിക താവളങ്ങൾ അനുവദിക്കില്ല. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെട്ട കോഡ് I2U2 സഖ്യങ്ങളിൽ നിന്ന് പിന്മാറുമെന്നുമുള്ള ഉറപ്പുകൾ അതിൽ ചിലത് മാത്രം. ഇനി ചോദ്യം, ഭരണം കിട്ടിയാൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങൾ ഇന്ത്യ മുന്നണി എങ്ങനെ നടപ്പാക്കുമെന്നാണ്. ഓരോ പാർട്ടിയുടെയും അംഗബലം തന്നെയാകും അതിൽ നിർണായകം. അതിനുവേണ്ടിയാണ് മാക്സിമം MP-മാർക്കായുള്ള പാർട്ടികളുടെ പോരാട്ടം. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസും CPM-ഉം കേരളത്തിൽ വീറോടെ പോരടിക്കുന്നതും എണ്ണം കൂട്ടാൻ തന്നെ. 2004-ലെ UPA സർക്കാരിന്റെ കാലം ഓർമ്മയില്ലേ? 50-ലേറെ MP-മാരുടെ ബലത്തിൽ ഇടത് പാർട്ടികൾ അതിൽ സമ്മർദ്ദ ഗ്രൂപ്പായി. അങ്ങനെ പൊതു മിനിമം പരിപാടിക്ക് രൂപം നൽകുകയും പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. മോരും മുതിരയും പോലുള്ളവരെ കൂട്ടിയിണക്കിയത് അന്ന് സോണിയാഗാന്ധിയായിരുന്നു. ഇനി ആ റോളിൽ ആരാകും?